രീതിയിലുള്ളതല്ല. അവരുടെ വികസനം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയായി ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ, പ്രത്യേകിച്ച് അദാനിയെയും അംബാനിയെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. മുമ്പ് ടാറ്റയും ബിർളയൊക്കെ ആയിരുന്നു കോൺഗ്രസിൻ്റെ കാലത്ത്, ഇപ്പോൾ അദാനിയും അംബാനിയൊക്കെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി അവരെ മാറ്റാനുള്ള ശ്രമം അവർ നടത്തുമ്പോൾ ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന മനുഷ്യരെ ഉൾപ്പെടെ ചേർത്ത് കേരളത്തെ ആകെ ലോകോത്തരമായ രീതിയിൽ എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാം, അതാണ് യഥാർത്ഥത്തിൽ നവകേരളം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് കൃത്യമായ വ്യത്യാസം. രണ്ടും രണ്ടാണ്. അപ്പോൾ ഒരു വലതുപക്ഷ നിലപാട് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് കുത്ത മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്, ഭൂപ്രഭുക്കൾക്ക് വേണ്ടിയിട്ടാണ്, സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധനത്തിന് വേണ്ടിയിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഈ കാലം അത്രയും ഭരണവർഗം പ്രവർത്തിച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു 57 മുതലുള്ള ഇങ്ങോട്ടുള്ള അനുഭവം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനു മുമ്പ് ഉയർന്നു വന്ന കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ സമരവും പോരാട്ടവും അതിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനങ്ങളുടെ സമ്മതിയോടെ അധികാരത്തിൽ വരാൻ കഴിയുന്നത് 57 EMSൻ്റെ ഗവൺമെൻറ്റിനാണ്. ആ ഗവൺമെൻറ് മുതൽ ഇങ്ങോട്ട് മാറി മാറി വന്ന ഇടതുപക്ഷ നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളുടെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന, അതിദാരിദ്ര്യം അവസാനിപ്പിച്ച, വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ലോകോത്തരമായ രീതിയിലുള്ള വളർച്ച നേടാൻ കഴിഞ്ഞ കേരളത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചത്. ഇനി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മളിപ്പോഴും ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളം കാഴ്ചവെക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ കേരളം, നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ കൂടി ബാലഗോപാലൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ച ബജറ്റ് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന രീതിയിൽ, എല്ലാ ജനവിഭാഗങ്ങളെയും മാത്രമല്ല, നമ്മളിപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നത വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. സാധാരണ രീതിയിൽ പ്രാഥമിക വിദ്യാഭ്യാസം, പിന്നീട് ഹയർ സെക്കൻഡറി വരെ അങ്ങനെയുള്ളവർ ഓരോന്നാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, സൗജന്യമാക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഉന്നത വിദ്യാഭ്യാസം വരെ സൗജന്യമാക്കുന്ന പുതിയ നിലപാട് ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുകയാണ്. അത് വിജ്ഞാന സമൂഹം, അതുപോലെ തന്നെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ, അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറുപ്പക്കാർക്ക് ഈ രീതിയിലുള്ള ഗ്രാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കുട്ടികളുടെ ഇൻഷുറൻസ് പദ്ധതികൾ മുഴുവൻ, പാഠപുസ്തകം കൃത്യമായിട്ട് നൽകുന്നത്, യൂണിഫോം സൗജന്യമായി നൽകുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട പദ്ധതി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ള കാലം. അപ്പോൾ അങ്ങനെ എല്ലാ തലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള പുതിയ നിലപാടുകളുമായി മുമ്പോട്ടേക്ക് പോവുകയാണ്. ഒരു വികസിത നാടായിട്ട് നമ്മുടെ കേരളത്തെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടൽ, തൊഴിൽ മേഖലയിലുള്ള ഇടപെടൽ, വ്യാവസായിക മേഖലയിൽ ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് 1.18 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൽ ചേരുന്നത്. കൃത്യമായിട്ടുള്ള കരാർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനു മുമ്പ് നമ്മൾ നടത്തിയിട്ടുള്ള സിമിറ്റിൻ്റെ ഭാഗമായിട്ട് നിക്ഷേപം. എങ്ങനെ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരാമെന്നുള്ള ആലോചിച്ചപ്പോഴാണ് കേരളത്തിൽ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഞങ്ങൾ തയ്യാറാണ് എന്ന് 26 രാജ്യങ്ങളിൽ നിന്നായിട്ട് 2500ഓളം പ്രതിനിധികൾ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ വ്യക്തമാക്കപ്പെട്ടത്. 1.52 ലക്ഷം കോടി അന്ന് തന്നെയും, പിന്നീട് എല്ലാം ചേർന്ന് നോക്കുമ്പോൾ 2 ലക്ഷം കോടിയാണ് യഥാർത്ഥത്തിൽ അതിന് വേണ്ടി നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 27% ഇപ്പോഴും തുടങ്ങിയിരിക്കുകയാണ്. ആകെയുള്ള 2 ലക്ഷം കോടി രൂപയുടെ 27% പ്രവർത്തനം ഇപ്പോൾ പ്രൊജക്റ്റായിട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ളതും അടിയന്തരമായിട്ട് മുമ്പോട്ടേക്ക് നീക്കാൻ കഴിയും. അതുവഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന പുതിയ പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ സ്റ്റാർട്ടപ്പുകളാണ്. 15,000 സ്റ്റാർട്ടപ്പുകൾ എത്തിച്ചേരുക, അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ലക്ഷ്യം. അതുകൂടി വരുമ്പോൾ ലോകത്ത് മാർക്കറ്റുണ്ട്. കേരളത്തിലും നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതല്ല ഉണ്ടാവും. വലിയ ജനമുന്നേറ്റമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. വികസന മുന്നേറ്റം എന്ന് പറയുന്നത് ജനകീയ മുന്നേറ്റമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ എല്ലാ തരത്തിലുള്ള അപവാദ കള്ള പ്രചാരവേദിയും അഭിമുഖീകരിച്ചുകൊണ്ട് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ തുടർച്ച നിലനിർത്തി മുമ്പോട്ടേക്ക് പോകും എന്ന് തന്നെയാണ്
ഞങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രതിജ്ഞ. ഉള്ള തുടർഭരണം, മൂന്നാം ഭരണം ഉറപ്പിക്കുന്നതിനുള്ള വലിയ ജനമുന്നേറ്റമായി ജാഥ മാറുമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം PV കുട്ടൻ.